Hi guys, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് സാംസങ് ഗാലക്സി zfold 3 സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണുകളിൽ ഒന്നായ സാംസങ് ഗാലക്സി zfold 3 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സംഭവം ലോഞ്ച് ചെയ്തെങ്കിലും സെയിലും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ സാംസങ് ഗാലക്സി zfold 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നതാണ്. നമുക്ക് ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് ജപ്പാൻ സ്കോർ എന്നുള്ള ഒരു മൊബൈൽ ഷോപ്പാണ് കേട്ടോ. തിരൂര്, കൊണ്ടോട്ടി, മൂവാറ്റുപുഴ, അതേപോലെ തന്നെ എറണാകുളം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവരുടെ ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനും അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റ്സ് വാങ്ങാനോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം ഈ ഫോണൊക്കെ. നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ തരും കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി zfold 3 അതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫോണാണ്, ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ഫോൾഡ് ഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ zfold പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതായിട്ട് ഒരു ഫോൾഡ് ഫോൺ യൂസ് ചെയ്യേ അൺബോക്സ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഫോണാട്ടോ. എൻ്റെ ഇൻ ഡിസ്പ്ലേ ക്യാമറയൊക്കെയാണ് വരുന്നത്. ക്യാമറ കാണില്ല, ഉള്ളിലുള്ള ക്യാമറയൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ആദ്യം പെട്ടിയാണ് പൊളിച്ചത്. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാട്ടോ. എന്തൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ മറ്റും നോക്കാം. നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ നമുക്ക് കൂടുതൽ താമസിപ്പിക്കാതെ പെട്ടി പൊളിക്കൽ ചടങ്ങിലേക്ക് അടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി zfold 3 5G. ഓക്കെ, ഒരു കിഡിലൻ ബോക്സ് ആണ്. ഫ്രണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഗാലക്സി zfold 5G എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ചാർജർ കേബിള് സാധാരണയായി കണ്ടുവരുന്നതല്ല, പകരം രണ്ട് ഭാഗത്തും സി പോർട്ട് ഉള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാംസങ് ഗാലക്സി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു വേറെ ലെവൽ സാധനം. സോ നമുക്ക് എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ഗേസ്, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ 100 മാർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല പ്രത്യേകത പറഞ്ഞാൽ ഇതാ, നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഒരു കിഡിലൻ ബ്രാൻഡിങ് അവിടെ കാണുന്നുണ്ട് കേട്ടോ, സാംസങ് എഴുതിയിട്ട്. സോ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിക്ക് കയ്യിലൊക്കെ നിൽക്കുന്ന ഒരു കിടുക്കാച്ചി ഡിവൈസ് തന്നെയാണിത്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത ഫോണാണോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും, ആ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനൊക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. സോ ഞാൻ അവരുടെ വീഡിയോ ഉണ്ടല്ലോ, ഈ ഫോണിൻ്റെ അൺബോക്സിങ് ഫുൾ റിവ്യൂ വീഡിയോസൊക്കെ നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. സോ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദുരന്തമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കേസ്, അപ്പോൾ ഈ ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫോൺ എന്ത് ചെയ്യാം, ഓൺ ആക്കാം, ബൂട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉള്ളിലത്തെ കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഫോൺ ഓപ്പൺ ചെയ്താൽ എന്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് സാംസങ് അതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ടാവാന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ ബൂട്ടിംഗ് സെറ്റപ്പിലേക്ക് പോകാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. സോ നമ്മുടെ ഫോൺ ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഫോൺ മെയിൻ ഇൻ്റർഫേസിലേക്ക് അല്ലെങ്കിൽ മെയിൻ മെനുവിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഗാലക്സി zfoldൽ കിട്ടട്ടോ. ഒരു കിടക്കാച്ച ഇൻ്റർഫേസ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇൻ്റർഫേസ് തന്നെയാണ്. വേറെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സ്മൂത്താണ്. സൂപ്പർ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. സോ നല്ല രീതിക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ UIയും അങ്ങനെ എല്ലാം ടോട്ടലി ഒക്കെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഒക്കെ ഓക്കെയാണ്. നല്ലൊരു കിടുക്കാച്ച ഇൻ്റർഫേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെയാണ്, അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്ക്രീന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു നോർമൽ ഫോണിൻ്റെ സെറ്റപ്പിലാണ് കിട്ടുന്നത്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, അൺഫോൾഡ് ചെയ്താൽ നമുക്കൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയൊരു മിനി സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടും അത്യാവശ്യം നല്ലൊരു ഇൻ്റർഫേസ് തന്നെയായിട്ട് ഇവിടെ ഫ്രീ ഡിസ്പ്ലേ ആയാലും അതേപോലെ തന്നെ അൺഫോൾഡ് ചെയ്തുള്ള ഡിസ്പ്ലേ ആയാലും രണ്ടും നല്ല രീതിക്കുള്ള വർക്ക് ചെയ്യുന്നൊരു കിടുക്കാച്ചി വേറെ ലെവൽ ഡിസ്പ്ലേ ആണ്. ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും, ഈ ഫോൺ നല്ല വലിപ്പമുണ്ട് അതേപോലെ തന്നെ മടക്കാനൊക്കെ പറ്റും. സോ നല്ല വെയിറ്റുള്ള ഫോണായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 271 ഗ്രാം വെയിറ്റേ വന്നിട്ടുള്ളൂ. കുറച്ച് മറ്റുള്ള ഫോണിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഒരു ഫോൾഡബിൾ ഫോണിന് വെച്ച് നോക്കുമ്പോൾ അത് വെയിറ്റ് ഒരു നോർമൽ വെയിറ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു 271 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തിക്നെസ് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ
6.4 mm കട്ടി വരുന്നുള്ളൂ കേട്ടോ. അത് അൺഫോൾഡ് ചെയ്ത ടൈമിലാണ് 6.4 mm വരുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്ത് മടക്കുകയാണെങ്കിൽ അത് ഏകദേശം 14-15 mm അടുത്ത് തിക്നെസ് വരുന്നുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഏകദേശം 1 സെന്റിമീറ്റർ മുകളിൽ അത് കട്ടി വരുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളത് പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷനാണ്. അവിടെ ഗോറില്ല ഗ്ലാസ് ഇല്ല. നമ്മൾ ഫോൾഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ പിറകിലും ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറും പ്ലാസ്റ്റിക്കിന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫോണിന്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ, അതായത് ചുറ്റുപാടുള്ള കവറിങ് നോക്കുകയാണെങ്കിൽ, ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു അലുമിനിയം ഫ്രെയിമാണ് വന്നുള്ളത്. നല്ലൊരു ഷൈനിങ് ഒരു അലുമിനിയം ഫ്രെയിമാണ് നമ്മുടെ സാംസങ് ഗാലക്സി Z Fold 3 5G വന്നിട്ടുള്ളത്. ഒരു 5G ഡിവൈസ് ആണ്. ഞാൻ വേറെ എടുത്ത് പറയുന്നില്ല, കാരണം സ്നാപ്ഡ്രാഗൺ 888 ആണ് വേറെ ലെവൽ പ്രോസസ്സറൊക്കെയാണ്. സോ പ്രോസസ്സറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അതിനുമുമ്പ് നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് IP-X8 എന്നാണ് ഒരു വാട്ടർ സർട്ടിഫിക്കേഷൻ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 മീറ്റർ ആയത്തിൽ 30 മിനിറ്റോളം വെള്ളത്തിൽ കിടക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമുക്ക് എന്തായാലും ഭാവിയിൽ പറ്റുകയാണെങ്കിൽ അതൊക്കെ നോക്കാം. പിന്നെ ഈ ഫോണിൽ നമുക്ക് നാനോ സിമ്മും അതേപോലെ തന്നെ ഈ സിമ്മും സപ്പോർട്ട് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഐഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ സിമ്മും അതേപോലെ തന്നെ നാനോ സിമ്മും ആണ് ഈ ഫോണിൽ വന്നുള്ളത്. 2 സിമ്മ് മാത്രമേ വന്നുള്ളൂ. SD കാർഡ് സ്ലോട്ട് ഇല്ല, ആദ്യം തന്നെ പറയാണ്. മാത്രമല്ല അതൊരു 5G ഡിവൈസ് ആണ്. 2 സിമ്മിലും നമുക്ക് 5G അവൈലബിൾ ആണ്. അപ്പോൾ ഡിസൈൻ വൈസ് ഓൾമോസ്റ്റ് ഇത്ര തന്നെ ഉണ്ടോ. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു എന്താ പറയുക ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി Z Foldന്റെ ഡിസ്പ്ലേനെ കുറിച്ചാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് ഇവിടെയാണ്. കാരണം ഡിസ്പ്ലേ, ഇതിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ ഡൈനാമിക് അമോൾഡ് ഡിസ്പ്ലേ ആണ്. അതായത് മടക്കാൻ പറ്റുന്ന ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡൈനാമിക് അമോൾഡ് ഡിസ്പ്ലേന് വേറെ ലെവൽ ഡിസ്പ്ലേ ഉണ്ടോ. മാത്രമല്ല അതിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ HDR10+ന്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും. കാരണം ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ഡിസ്പ്ലേനെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 6.2 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡിൽ വന്നിട്ടുള്ളത്. ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ 6.2 ഇഞ്ച് ഏകദേശം ഓൾമോസ്റ്റ് ആ സൈസിലാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ടാബ്ലറ്റ് പോലാക്കിയാൽ വലിയൊരു മോണിറ്റർ സ്ക്രീനിൻ്റെ അത്രയും വലുപ്പമുള്ള, അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയാണ് സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി PPI നോക്കുകയാണെങ്കിൽ 374 PPI ആണ്. അതിനോടൊപ്പം തന്നെ 1200 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലെവലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിലും, അതായത് ഓപ്പൺ ആയിട്ട് നല്ല വെളിച്ചുള്ള ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. കാരണം 1200 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ്, പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണോ അല്ലയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ കോൾക്കം സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൾക്കം സ്നാപ്ഡ്രാഗൺ 888 5G എന്നൊരു ചിപ്സെറ്റാണ്. ഒരു 5 നാനോമീറ്റർ ചിപ്സെറ്റാണ്, ഒക്ടാ കോർ ചിപ്സെറ്റും കൂടിയാണ്. മാത്രമല്ല നമുക്കിതിൽ ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ UI ആയിട്ടുള്ള One UI 3.1 ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. സോ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കളറായിട്ടുള്ള ഒരു അടിപൊളി ഇൻ്റർഫേസ് ആട്ടോ. ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ആൻഡ്രോയിഡ് 11 അതേപോലെ തന്നെ One UI 3.1 കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നത് ഒരു ക്യൂഡുലൻ ഇൻ്റർഫേസ് ആണ്. അഡ്രീനോൻ്റെ 660 അഡ്രീനോ 660 ആണ് ഗ്രാഫിക്സ് വന്നിട്ടുള്ളത് കേട്ടോ. സോ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സ് പബ്ജി ഒക്കെ കളിക്കുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല കേസ്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ് സ്റ്റോറേജ് വന്നുള്ളത്. ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. അതേപോലെ തന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR5ൻ്റെ റാമാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. സോ നല്ല രീതിക്കുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റാമും സ്റ്റോറേജാണ് വന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്, ഇതിൽ SD കാർഡ് അവൈലബിൾ അല്ല. പക്ഷേ ഇതിൽ സ്റ്റോറേജ് 256 GB കിട്ടുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിൽ. നമ്മുടെ കയ്യിലുള്ളത് 12 GB 256 GB വേരിയൻ്റ് ആണ്. സോ ഒരു രക്ഷയില്ലാത്ത ഫാസ്റ്റും പെർഫോമൻസ് ആണ് സ്റ്റോറേജിൻ്റെ എല്ലാത്തിനും ഭാഗത്ത് കിട്ടുന്നത്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും തോന്നിയില്ല. ചെറിയൊരു ഹീറ്റിംഗ്, അതായത് നോർമൽ ഹീറ്റിംഗ് ഞാൻ എടുത്ത് പറയുകയാണ്, നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ഹീറ്റിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ സാംസങ്ങിൻ്റെ ഫോണിലും നമുക്ക് ആ ഒരു ഹീറ്റിംഗ് വരാറുണ്ട്. സോ വേറൊരു ഇഷ്യൂസും പെർഫോമൻസിൻ്റെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള മേഖലയാണ് ക്യാമറ എങ്ങനെയുണ്ട്, ഫ്രണ്ട് ക്യാമറ എങ്ങനെയുണ്ട്, ബാക്ക് ക്യാമറ എങ്ങനെയുണ്ട്, എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളതൊക്കെ, ഇൻ ഡിസ്പ്ലേ ആണോ ക്യാമറ എന്നൊക്കെ, അങ്ങനെ ഒരുപാട് സംശയം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും, അതായത് ഫോട്ടോ സാമ്പിൾസ് അങ്ങനെ എല്ലാം നമുക്ക് കാണിച്ചു തരാം. സോ ആദ്യമായിട്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് 12 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, f1.8 ആണ് അതിൻ്റെ അപ്പേച്ചർ വാല്യൂ വരുന്നത്. 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെ 3 12 മെഗാപിക്സലിൻ്റെ ഒരു ഹാട്രിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 4Kയിൽ 60 FPS, അതായത് 4K to 60 FPS വരെ നമുക്ക് ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല
ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഫോണിൽ വന്നിട്ടുണ്ട്. സോ അതിന് നല്ല രീതിക്കുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നുള്ളത്. 2 ക്യാമറയുടെ ഫ്രണ്ടിൽ, ഒന്ന് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ക്യാമറയും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾഡ് ചെയ്ത ടൈമിലുള്ള ക്യാമറയും. സോ അൺഫോൾഡ് ചെയ്ത ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്യാമറ ഉണ്ട്, അത് ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ്. അതായത് അതിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ വരും. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ആ ക്യാമറയുടെ മുകളിൽ കൂടി ആയിരിക്കും വീഡിയോസ് കാണാം. ആ ക്യാമറ അവിടെ ഉള്ളത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത അതായത് നോട്ടിഫിക്കേഷൻ മേലുള്ള ടൈമിലൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ക്യാമറ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അൺഫോൾഡ് ചെയ്ത ടൈമിൽ 10 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. f2.1 2.28 ആണ് അതിൻ്റെ അപ്പേച്ചൽ വാല്യൂ വരുന്നത്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത ടൈമിൽ, അതായത് നോർമൽ ഫോൺ പോലെ ഉപയോഗിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. അത് ഏകദേശം 4 മെഗാ പിക്സലിൻ്റെ സെൻസർ ആട്ടോ. ഏകദേശം f1.8 ആണ് അതിൻ്റെ അപ്പേച്ചൽ വാല്യൂ വരുന്നത്. അതിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് 4K 30 FPS വരെ 2 ക്യാമറയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൻസർ 12 മെഗാ പിക്സലും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിക്ക് ഐഫോണിൻ്റെ പോലെയല്ല എങ്കിലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാനോ, ക്യാമറ ഇൻ്റർഫേസ്, അതായത് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ സാമ്പിൾസ് കാണാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ക്യാമറ മോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ക്യാമറ ഇൻ്റർഫേസ് വരുന്നത് കേട്ടോ. ഒരു കിടിലൻ ഇൻ്റർഫേസ് ആണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് സൂം ചെയ്യുമ്പോഴൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ, അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ളൊരു ഇമേജും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ടേക്ക്, പോർട്രേറ്റ് മോഡ്, അതേപോലെ തന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, പിന്നെ നമുക്ക് മോർ എന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AR ഡൂഡിൽ, പിന്നെ എന്തോ ബഫി വിഷൻസ്, അങ്ങനെ എന്തോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്ടർ വ്യൂ, അങ്ങനെ ഒരുപാട് അതിൽ കിടിലൻ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോയും വീഡിയോസും എന്ന് പറഞ്ഞാൽ 2 മോഡ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാമറ മോഡ്സ്, അതായത് ക്യാമറ ഇൻ്റർഫേസ് കണ്ടില്ലേ, ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. AR ഡൂഡിൽ അതേപോലത്തെ ഒരുപാട് വിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണ്. പറ്റുകയാണെങ്കിൽ, ഉറപ്പില്ല, പറ്റുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്യാമറ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ഫോട്ടോസും വീഡിയോസും, അതായത് ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കാം. അതായത് ഈ ഫോണിലെടുത്ത വീഡിയോസും ഫോട്ടോസും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വീഡിയോ കേട്ടോ. സാംസങ് ഗാലക്സി ഫോൾഡ് 3ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടാം. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നടക്കുമ്പോൾ വലിയൊരു ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ക്യാമറ റിവ്യൂ അല്ല കേട്ടോ. ജസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. സോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിന്റെ മൈക്കിൽ തന്നെയാണ്, വേറെ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരുന്നു നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് എടുത്താൽ കിട്ടുക. കേസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഫോൾഡ് 3 ബാക്കിലെടുത്ത വീഡിയോസ് കേട്ടോ. ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടെടുത്ത വീഡിയോസാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് തരാം. ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. വലിയൊരു ക്വാളിറ്റി ഇഷ്യൂസും നമുക്ക് വരുന്നില്ല. അപ്പോൾ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നുട്ടോ. ബാക്ക് ക്യാമറയുടെ അടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ക്വാളിറ്റി എനിക്ക് വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ്. സോ സ്റ്റെബിലൈസേഷൻ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കളറും അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ക്യാമറ തരുന്നുണ്ട്. സോ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യാട്ടോ. ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫോൾഡ് 3ൻ്റെ മൈക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ വേറെ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ സാർ, അപ്പോൾ നിങ്ങൾ ഫുൾ ക്യാമറ സെറ്റപ്പും ഫുൾ ക്യാമറ സാമ്പിൾസും ഒക്കെ കണ്ടില്ലേ. ഒരു നോർമൽ ക്യാമറ സെറ്റപ്പ് എന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു ഫോണിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ക്യാമറയ്ക്കല്ല, അത് ഉറപ്പല്ലേ. കാരണം ഡിസൈന്, അതേപോലെ തന്നെ ഡിസ്പ്ലേ, പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പെർഫോമൻസ്. പക്ഷേ നമ്മുടെ ചടപ്പിക്കാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റ് നമുക്കിതിൽ സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സാംസങ്ങിൻ്റെ ക്യാമറ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, ഇത്രയും വലിയ സ്ക്രീനും പ്രൊസസ്സറൊക്കെ ഉള്ളതല്ലേ, എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ടോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫോണിൽ വന്നിട്ടുള്ളത് 4400 mAh ഒരു ബാറ്ററിയും അതേപോലെ തന്നെ 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങുമാണ് വന്നുള്ളത്. സോ ബാറ്ററി 4400 mAh ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇതൊരു പ്രീമിയം ഫോൺ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഫാസ്റ്റ് ചാർജിങ് കുറച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുമെങ്കിലും ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കും ചാർജ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമുക്കിതിൽ 11 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 11 വാട്ടിൻ്റെ സ്പീഡിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 4.5 വാട്ടിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ്ങും, അതായത് ഇതേപോലത്തെ മറ്റ് ഡിവൈസുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ കാര്യങ്ങളൊക്കെ നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട്
മറ്റുള്ള ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും കേസ്. ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നോക്കിയില്ലേ, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി അതർ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ NFC ഇതിൽ വരുന്നുണ്ട്. NFC അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ എന്തായാലും NFC വരേണ്ടതാണ്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3.5 mm ഇയർഫോൺ ജാക്ക് വരുന്നില്ല. നിങ്ങൾ അൺബോക്സിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ചാർജിങ് പോർട്ട് C പോർട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർഫോണും C ആണ്. നമുക്ക് ചാർജിങ് പോർട്ട് തന്നെ ഇതിൻ്റെ ഇയർഫോണും കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് കുഴപ്പമില്ല, ഗെയിമേഴ്സിന് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് വരുന്നത്. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് മുകളിലും താഴെയും സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്പീക്കർ സൗണ്ടും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു, അതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരെയൊക്കെ ടെസ്റ്റ് ചെയ്തില്ല. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് എന്താ ഒരു മൂവീസൊക്കെ എന്താ ഇങ്ങനെ വെച്ചിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ സ്പീക്കർ തരുന്നുണ്ട്. പിന്നെ ഇതൊരു 5G ഡിവൈസ് ആണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്നാപ്ഡ്രാഗൺ 888 ഒരു 5G ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ആകാരം എത്ര ബാൻഡ് 5G ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം, ഒരുപാട് കമൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഏകദേശം ഒരു 8-10 5G ബാൻഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും നോക്കിയില്ലേ ഒരു കിടുക്കാച്ചി ഫോണാണ് കേട്ടോ. സോ ഇനി ലാസ്റ്റ് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്. സോ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, റിവീൽ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ആര് നോക്കിയിരിക്കാനോ. അപ്പോൾ ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഫോൺ കിട്ടിയതുള്ളത് ജപ്പാൻ സ്ക്വയർ എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പ് തന്നതാണ്. സോ അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ നേരെ വിട്ടോളി. ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ എല്ലാ, അതായത് എറണാകുളം, മൂവാറ്റുപുഴ, തിരൂർ, കൊണ്ടോട്ടി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവരുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 12GB 256GB വേരിയൻ്റ് ആണ്. അതിന് ഏകദേശം 1,49,999 രൂപയാണ് വില. ഏകദേശം 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. സോ ആ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലുള്ള ഒരു ഫോൺ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫോൾഡബിൾ ആണ്, സ്നാപ്ഡ്രാഗൺ 888 വരുന്നുണ്ട്, ഒരു പ്രീമിയം സെക്ഷനിലുള്ള ഒരു ഫോണാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 1.5 ലക്ഷം രൂപ, അതായത് ഇതിൻ്റെ ആവശ്യക്കാർ മാത്രമേ ഇത് വാങ്ങുള്ളൂ. എന്തായാലും അത്രയും സാംസങ് കട്ട ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം. നിങ്ങൾ നിരാശപ്പെടുത്താത്തൊരു ഫോണായിരിക്കും സാംസങ് zfold 3 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാതെ പോകുന്നത് വളരെ വളരെ മോശം സ്വഭാവമാണ് കേസ്. ഓക്കെ, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നാളെ zfold 3ൻ്റെ റിവ്യൂ വരുന്നുണ്ട്. സോ അതൊക്കെ കിട്ടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ പറയണേ. ആദ്യത്തെ വീഡിയോ ആണ് ഈ സെറ്റപ്പിൽ. അപ്പോൾ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പുതിയ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടോട്ടെ. അതുവരെ ഗുഡ് ബൈ ഗൈസ്.